ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. അലൈനറിന്റെ കോസ്റ്റ് എത്ര വരുമെന്ന് ഒരുപാട് കൂട്ടുകാർക്കുള്ള സംശയമാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് ഈ വീഡിയോ. ഇതിന് എത്ര കോസ്റ്റ് വരും, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ പേയ്മെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ക്ലിയർ അലൈനേഴ്സിന്റെ റേറ്റ് നമുക്ക് ഫിക്സഡ് ആയിട്ടൊന്നും പറയാനാവില്ല. ഇത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. എന്നിരുന്നാലും ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏകദേശം ചില ക്ലിനിക്ക് 20,000 മുതൽ ചെയ്യുന്നവരുണ്ട്, 50,000 മുതൽ ചെയ്യുന്നവരുമുണ്ട്, അത് ലക്ഷങ്ങൾ വരെ ചെയ്യുന്നവരുമുണ്ട്. ഇത് പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലിയർ അലൈനർ ഏത് ലാബിൽ നിന്ന് നിർമ്മിച്ചവയാണ്, നിങ്ങളുടെ നിരതെറ്റലിന് എത്ര ട്രേസ് വേണ്ടി വരും, നിങ്ങൾ പോകുന്ന ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അവിടെയുള്ള ഡോക്ടർമാരിൻ്റെ അനുസരിച്ച് എല്ലാം തന്നെ റേറ്റിന് വ്യത്യാസം വരുന്നതാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് ലാബുകൾ ക്ലിയർ അലൈനേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിൽ ചില ക്ലിനിക്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനാവുന്നതും. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ഇതും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. എൻ്റെ ക്ലിനിക്കിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ അലൈനേഴ്സിൻ്റെ ഫുൾ സെറ്റ് ഓഫ് ട്രേസ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. കാരണം ലാബിൻ്റെ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് അടയ്ക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.